ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കവിത ഗോൾഡൻ ഡയമണ്ട്സ് മണ്ണാർക്കാടാണ്. ഞാൻ ഈ കവിതയിൽ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഉമ്മമാർക്ക് ഒരു വള എടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ്. പിന്നെ വെഡ്ഡിങ് സെറ്റുകളുടെ ഒരു കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ടർക്കിഷ്, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. അവിടുത്തെ ഓരോ മോഡലും നല്ല ഡിഫറെൻ്റ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് അവർ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ടർക്കിഷിൽ എനിക്ക് എല്ലാ മോഡലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓരോന്നും നല്ല രസമുണ്ട് കാണാൻ. ഓരോന്ന് ഇതിട്ട് നോക്കിയാൽ തോന്നും അതിട്ട് നോക്കാൻ, അതിട്ട് നോക്കിയാൽ തോന്നും ഇതിട്ട് നോക്കാം. അത്രക്കും വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ അവരെ കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ പറയുന്ന രീതിയിൽ അവർ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. ഇത്ര പവനിൽ ഇത്ര നെക്ലസ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യും. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ മോഡൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നോക്കിയത് ഈ ഡയമണ്ട് സെക്ഷനാണ് കേട്ടോ. അതിലും നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. ഓരോ ഡയമണ്ടും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് അവിടെ പോയപ്പോഴാണ് ഒരു ഡയമണ്ട് എനിക്ക് നോർമലി ഇഷ്ടമല്ല, പക്ഷേ എന്തോ അവിടെ പോയപ്പോൾ എനിക്ക് ഇൻഷാ അല്ലാ ഒരു ഡയമണ്ടിൻ്റെ റിങ്ങോ അല്ലെങ്കിൽ ബാംഗിളോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ കമ്മലും അതിൻ്റെ കാര്യം പിന്നെ പറയണ്ട, സ്റ്റെഡായിട്ടും അല്ലാത്തതും എല്ലാതും വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഓരോന്നും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് വള ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബാംഗിൾസ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് കേട്ടോ. കയ്യിലിടുമ്പോൾ നമുക്ക് ആ ഒരു ഇടുപ്പ് ഉണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മ വീഡിയോ അങ്ങനെ എടുക്കുമോളെ ഇങ്ങനെ എടുക്കുമോളെ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഉമ്മാരെ കിട്ടിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അൽഹംദുലില്ലാ, എൻ്റെ ഫാമിലി എൻ്റെ ഭാഗ്യമാണെന്ന് തന്നെ പറയാം. മരിക്കണ വരെയും ഈ സ്നേഹം നിലനിർത്തി തരട്ടെ എന്നുള്ള ദുആ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നെക്ലസ് ട്രൈ ചെയ്യലായിട്ട് ഈ ടർക്കിഷ് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എനിക്ക് വേറെ ഏതും ട്രൈ ചെയ്യാൻ തോന്നിയില്ല, എനിക്ക് ഇതാണ് ട്രൈ ചെയ്യാൻ തോന്നി. ബാക്കി ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഞാൻ ഇതാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നെക്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എൻ്റെ കല്യാണത്തിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടർക്കിഷ് തന്നെയായിരുന്നു. പക്ഷേ അതിനേക്കാളും ഡിഫറെൻറ്റ് മോഡലിലും പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു 2 നെക്ലസ് ഇടുമ്പോഴത്തേനും നമ്മുടെ ഫേസിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ച പോലെ ഉണ്ട് കേട്ടോ ഇത് രണ്ടും ഇടുമ്പോൾ. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കൽ കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ ഉമ്മ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ് വീഡിയോ എടുക്കാൻ. പിന്നെ അവിടുത്തെ സ്റ്റാഫ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അവർ നമ്മളോടുള്ള ബിഹേവിയറും എല്ലാം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒന്നും നമ്മൾ അവിടുന്ന് ഗോൾഡ് എടുക്കണോ ഇല്ലേ എന്നുള്ളതല്ല, അവർക്ക് നമ്മളോടുള്ള ഒരു ബിഹേവിയർ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഞാൻ അവരോട് അത് പറയുകയും ചെയ്തു കേട്ടോ. ഇങ്ങനെ ആവണം, ശരിക്കും ആവണ്ടേന്ന് പറഞ്ഞിട്ട്. ഈ ഒരു നെക്ലസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡയമണ്ട് നോർമലി എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ ഡയമണ്ട് ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല. പക്ഷെ എന്തോ എനിക്ക് അവിടുത്തെ സെലക്ഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഞാൻ തോന്നി. അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡയമണ്ട് നെക്ലസ് ഈ ഒരെണ്ണം മതി നമ്മുടെ കഴുത്തിനെ അട്രാക്റ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കുകയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്, എനിക്ക് കഴുത്തിൽ നിന്ന് അഴിക്കാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എത്ര നോക്കിയിട്ടും മതിയാവാത്ത പോലെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡയമണ്ടിൻ്റെ ഈ ഒരു ബാംഗിളായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ബാംഗിൾ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു റിങ്ങും നല്ല രസമുണ്ട്. ഇൻഷാ അല്ലാ ഡയമണ്ടിൻ്റെ ബാംഗിൾ എടുക്കുകയാണെങ്കിൽ കവിത ജ്വല്ലറിയിൽ നിന്ന് വന്ന് എടുക്കണമെന്ന് ഞാനും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനൊരു കാര്യം മറന്നത്. ഉമ്മമാർക്ക് ഗോൾഡ് എടുക്കാൻ വന്നിട്ട് ആ കാര്യം ഞാൻ മറന്നിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോഴേക്കും അവരുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ജ്വല്ലറിനെ വെച്ചിട്ട് ഇവിടെ പണിക്കൂലി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഗോൾഡൻ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ജ്വല്ലറിയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.